Hey guys, welcome back to our channel. So welcome back to another movie review guys. They call him OG. പവൻ കല്യാൺ നായകനാകുന്ന പുതിയ പടമാണ് guys. They call him OG. ഡയറക്റ്റ് ചെയ്തേക്കുന്നത് സുജിത്ത് ആണ്. പുള്ളിയാണ് പടം റൈറ്റ് ചെയ്തേക്കുന്നത്. ഈ സുജിത്ത് എന്ന് പറഞ്ഞ ആളാണ് മറ്റേ പ്രഭാസിനെ വെച്ചുകൊണ്ട് സാഹോ മൂവിയൊക്കെ ചെയ്തത്. സോ പടത്തിന്റെ മ്യൂസിക് ചെയ്തേക്കുന്നത് തമൻ. എൻ്റെ മോനെ എടുത്തു പറയേണ്ട പേരാണ് തമൻ. ആ ഒരു മുതലില്ലെങ്കിൽ ഈ പടം എങ്ങനെ കണ്ടിരിക്കുമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. പിന്നെ സിനിമാട്ടോഗ്രാഫി രവി കെ ചന്ദ്രനും മനോജ് പരമഹംസ എന്ന് പറഞ്ഞ ആളാണ്. പിന്നെ എന്താ പറയുക, എഡിറ്റ് നവീൻ നൂലി, അതും അത്യാവശ്യം നല്ല പണി എടുത്തിട്ടുണ്ട് എഡിറ്റിങ്ങും. സോ ഗൈസ്, അപ്പം സ്റ്റാർ കാസ്റ്റ് വരുന്നത് ഇമ്രാൻ ഹാഷ്മിയാണ് ഇതിനകത്ത് വില്ലനായിട്ട് വരുന്നത്. പിന്നെ പ്രിയങ്ക മോഹനുണ്ട്, അർജുൻ ദാസ് ഉണ്ട്, പിന്നെ പ്രകാശ് രാജ് ഉണ്ട്. സോ അങ്ങനെ കുറച്ചധികം ആൾക്കാർ അഭിനയിക്കുന്ന ഒരു പടമാണ് ഗൈസ്. ഇതൊരു എന്താ പറയുക, ഒരു ആക്ഷൻ ക്രൈം ഫിലിം അങ്ങനെയൊക്കെ പറയാം, ഒരു റിവെഞ്ച് അങ്ങനെയൊക്കെ പോകുന്നൊരു പടമാണ്. ഇതിനകത്ത് മെയിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലോട്ട് എന്ന് പറയുമ്പോൾ ഇവർ ആക്ച്വലി ഒരു സാമുറായി കൾച്ചർ ഉണ്ടല്ലോ, ഈ ജാപ്പനീസുകാരുടെ സാമുറായി മറ്റേ വാൾ കൊണ്ടുള്ള പരിപാടി, ആ ഒരു കൾച്ചർ പിടിച്ചാണ് ഈ പടം പോകുന്നത്. പവൻ കല്യാണിൻ്റെ ക്യാരക്ടർ പോകുന്നത്. കാരണം പുള്ളി അവിടുന്ന് ഈ അഭ്യാസങ്ങളൊക്കെ പഠിച്ചിട്ട് പിന്നെ പുള്ളി ചില ഇൻസിഡൻറ്റ് ഉണ്ടായി ഇപ്പോൾ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പുള്ളി നാട്ടിലേക്ക് വരുന്നു. നാട്ടിൽ വന്നു കഴിഞ്ഞ് അങ്ങനെ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങൾ, പിന്നെ ചില കാരണങ്ങളാൽ പുള്ളി ഇതൊന്നും വേണ്ടെന്നൊക്കെ വെച്ച് ഒഴിഞ്ഞു മാറുന്നു. പിന്നീട് വേറെ കുറേ ഇൻസിഡൻ്റ് ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് വരുന്നു. പിന്നീട് പുള്ളി നടക്കുന്നു, ഓടുന്നു, വരുന്നു, പുള്ളി തന്നെ എല്ലാവരും വെട്ടിക്കൊട്ടി കൊല്ലുന്നു. അങ്ങനെ കുറേ പരിപാടികളും കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതെന്തുകൊണ്ട് വർക്കായില്ല എന്ന് എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പവൻ കല്യാൺ ആയതുകൊണ്ടായിരിക്കാം. ഇത് പവൻ കല്യാൺ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു സാറ്റിസ്ഫൈഡ് ഇല്ലായിരുന്നു എനിക്ക് കണ്ടപ്പം. കാരണം പുള്ളിക്ക് പറ്റിയ ഒരു ക്യാരക്ടറൈസേഷൻ അല്ല ഇത്. വേറെ ഏതെങ്കിലും കുറച്ച് യങ്ങായിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയതായിരുന്നു ഇത്. അങ്ങനത്തെ ഒരു യങ്ങാളൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ കൊള്ളായിരുന്നു. തമൻ ഈ പടം കണ്ടുകൊണ്ടിരിക്കാനുള്ള ഏറ്റവും വലിയ മുഖ്യമായിട്ടുള്ള ഒരു മെയിൻ പേഴ്സൺ ആണ് തമൻ. കാരണം പുള്ളി അറിഞ്ഞു പണി എടുത്തിട്ടുണ്ട്. പ്രകാശ് രാജ് മറ്റേ എന്താ പറയുക, ആസ് യൂഷ്വൽ നമ്മൾ എല്ലാ പടങ്ങളിലും കാണുന്നത് പോലത്തെ, എല്ലാ ടൈപ്പ് ഓഫ് തെലുങ്ക് പടങ്ങളിലും കാണുന്നത് പോലെ എന്താ പറയുക, ഇയാൾ വരും, ഇയാൾ വന്നാൽ നിങ്ങളെ കൊല്ലും, അവൻ അതാണ്, അവൻ മറ്റേതാണ്, അവൻ മറിച്ചതാണെന്നൊക്കെ പറയുന്ന ഒരു ക്യാരക്ടർ. ആ ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത് പ്രകാശ് രാജ്. ആനിമീസ് ഉണ്ടല്ലോ, ആനിമീസ് ഒക്കെ അവർ ഭയങ്കരമായിട്ട് റെഫറൻസ് എടുത്തിട്ടുണ്ട്. സോ അങ്ങനത്തെ പടങ്ങൾ, അങ്ങനത്തെയൊക്കെ സീരിയസ് അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ ആ ഒരു ഇത് കാണുന്ന ആൾക്കാർക്കാണ് ഇത് കുറച്ചും കൂടെ ഒക്കെ കണ്ടിരിക്കാൻ രസമാണ്. ഈ ഒരു കൾച്ചർ, ഞാൻ പറഞ്ഞ ഈ സാമുറായി കൾച്ചർ അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങളുമായിട്ട് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയതുകൊണ്ട് ഈ ആനിമീസ് ഒക്കെ കാണുന്നവർക്ക് കുറച്ചും കൂടെ ഒക്കെ ഇഷ്ടപ്പെടും. ചുമ്മാ കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് വലിയതൊന്നുമില്ല. ഗുണ്ടായിസം, ബോംബെ ഇതൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. OG വരും, റിട്ടേൺ ആവുന്നുണ്ട്, OG പിന്നെയും കാണാതെ പോകും, OG വീണ്ടും റിട്ടേൺ ആയി വരും. അങ്ങനെ പോകുന്നൊരു പടം കൊണ്ട് താല്പര്യമുള്ളവർ മാത്രം പോയി കാണുക. പിന്നെ തമൻ്റെ മ്യൂസിക് കൊള്ളാം, അതിൻ്റെ ഇൻ്റർവെൽ പഞ്ച് കൊള്ളാം, ലാസ്റ്റ് ഫൈറ്റ് കൊള്ളാം, അല്ലെ ചില ഫൈറ്റ് കൊള്ളാം എന്നൊന്നും കേട്ടിട്ട് നിങ്ങൾ പോയി ഇരുന്ന് പെട്ടുപോകല്. എനിക്കത്ര പറയാനുള്ളൂ. ഞാൻ ചെറിയ കുറേ അധികം മിസ്റ്റേക്കുകളും കുറേ അധികം പറയാനൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ചിലതൊക്കെ കൊള്ളാം. പക്ഷേ ഒന്നുമില്ല ഗൈസ്, താല്പര്യമുള്ളവർ പോയി കാണുക. ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ.